അപ്പസ്തോല പ്രവർത്തികൾ 2-ാം അധ്യായം ദൈവസഭയോടുള്ള ബന്ധത്തിലും ശിഷ്യന്മാരോടുള്ള ബന്ധത്തിലും അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ചില മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച അനുഭവങ്ങൾ സമ്മാനിച്ച അധ്യായമാണ് അപ്പസ്തോല പ്രവർത്തികൾ 2-ാം അധ്യായം. കാരണം അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു എൻകൗണ്ടർ നടന്നത് അപ്പസ്തോല പ്രവർത്തികൾ 2-ാം അധ്യായത്തിലായിരുന്നു. ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവുമായിട്ട് ഒരു എൻകൗണ്ടർ നൽകി തരുവാനായിട്ട് എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. പ്രാപിക്കുവാനുള്ള ഒരു മനസ്സ്, ഒരാഗ്രഹം, ഒരു വാഞ്ച നിങ്ങൾക്കുണ്ടോ? യേശു പറഞ്ഞു, 1-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എൻ്റെ പിതാവിൽ നിന്ന് കേട്ട വാഗ്ദത്തത്തിനു വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? നിറക്കുവാനായിട്ട് ഒരാഗ്രഹം എൻ്റെ ദൈവത്തിനുണ്ട്. അത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ കൂടി അൺലോക്ക് യുവർ ലോക്ക് എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ ജീവിതത്തിൽ വന്നപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലും അത് വെളിപ്പെടാൻ പോവുകയാണ്. 2-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ആരംഭിക്കുന്നത്, പെന്തിക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ച് കൂടിയിരുന്നു. ഒന്നിച്ചു കൂടുന്ന അനുഭവം, ഒരു ഐക്യതയുടെ അനുഭവം, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വന്നു നിറയുമ്പോൾ ഒരു ഐക്യത നിങ്ങളുടെ കുടുംബത്തിനകത്ത് വെളിപ്പെടാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ മക്കൾ നിങ്ങളെ അനുസരിക്കാത്ത ഒരു അനുഭവമായിരുന്നുവെങ്കിൽ, ഭാര്യയും ഭർത്താവും സമാധാനമില്ലാത്ത ഒരു അനുഭവമായിരുന്നുവെങ്കിൽ, അതിനെല്ലാം ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട്, വിരാമം കുറിച്ചുകൊണ്ട് ഒരു ഐക്യതയും ഒരു സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു നിറയാൻ പോവുകയാണ്. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇതുവരെ നിങ്ങൾ അനുഭവിക്കാത്ത ഒരു സ്വസ്ഥത നിങ്ങളുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിയായി ആഗ്രഹിക്കുകയാണ്. അത് സ്വീകരിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? ഉണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു നിറയുമ്പോൾ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാത്ത ഒരു ഐക്യത നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരും. തുടർന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു, പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തു നിന്ന് ഒരു മുഴക്കമുണ്ടായി. എപ്പോഴാണ്? പെട്ടെന്ന് 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 നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് സംഭവിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ചില മാറ്റങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് സംഭവിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് ചില വ്യത്യാസങ്ങൾ നിങ്ങളുടെ തലമുറയോടുള്ള ബന്ധത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നു, പെട്ടെന്ന് തന്നെ. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ വളരെ നാളുകൾ കാത്തിരുന്ന് ആഗ്രഹിച്ച ചില അനുഭവങ്ങൾ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുവാനായിട്ട് എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. ഈ ദിവസങ്ങളിൽ നിന്റെ കൂടാരത്തിനകത്ത് നീ പ്രാർത്ഥനയോടെ കാത്തിരിക്കുക. കൂടാരത്തിനകത്ത് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവൻ്റെ ജീവിതത്തിൽ ചില മന്ന വെളിപ്പെടുന്ന അനുഭവങ്ങൾ ഈ ദിവസത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. നീ ഒരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് എങ്കിൽ, നീ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന മനുഷ്യനാണ് എങ്കിൽ, നിന്റെ കൂടാരത്തിനകത്ത് നീ പോലും പ്രതീക്ഷിക്കാത്ത ചില പാറയിൽ നിന്ന് നിനക്ക് വേണ്ടി ദാഹജലം വെളിപ്പെടുത്തുവാനായിട്ട് എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ ഒരു മനസ്സ് നിനക്കുണ്ട് എങ്കിൽ, നിന്റെ മുന്നിൽ മുന്നോട്ട് വിടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉയർന്നു നിൽക്കുന്ന ചെങ്കടലിൻ്റെ മുന്നിൽ വഴി തുറന്നുകൊണ്ട് നിനക്കൊരു പാതയൊരുക്കുവാനായിട്ട് എൻ്റെ ദൈവം വിശ്വസ്തനാണ്. പെട്ടെന്ന് ചില മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുവാനായിട്ട് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. തുടർന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു, അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. ഇതുപോലെ ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുവാനായിട്ട്
എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ ഭവനത്തെ നിറക്കുന്ന അനുഭവം, ഒരു നിറവിൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുവാനായിട്ട് ദൈവാത്മാവ് എത്ര നാളായിട്ട് ആഗ്രഹിക്കുന്നു. എന്നാൽ അത് ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ ഒഴിഞ്ഞ പാത്രമായിരുന്നുവെങ്കിൽ ഒരു നിറവിൻ്റെ അനുഭവത്തിൽ അത് ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും സംഭവിക്കുന്ന നിലവാരത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് നിങ്ങളെ നടത്താൻ പോവുകയാണ്. ആത്മീയമായ ഒരു ഉണർവ് നിങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുവാനായിട്ട് ദൈവാത്മാവ് ആഗ്രഹിക്കുകയാണ്. വിശുദ്ധിയോടെ, പ്രാർത്ഥനയോടെ, വിശ്വസ്തയോടെ ദൈവസന്നിധിയിൽ കാത്തിരിക്കാമെങ്കിൽ ഒരു നിറവിൻ്റെ അനുഭവത്തിലേക്ക്, ആത്മാവിൽ നിറഞ്ഞ ഒരു അനുഭവത്തിലേക്ക്, മാത്രമല്ല ഭൗതികമായ ആരോഗ്യകരമായ സ്ഥിതികളിലെല്ലാം ഒരു മാറ്റം തരുവാനായിട്ട് എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഇതെപ്പോൾ സംഭവിക്കും? പരിശുദ്ധയാത്മാവിൽ നിങ്ങൾ നിറയുന്ന സമയത്ത്, പരിശുദ്ധയാത്മാവുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു എൻകൗണ്ടർ സംഭവിക്കുന്ന സമയത്ത്, ഒരു നിറവിൻ്റെ അനുഭവത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ കരം പിടിച്ച് നടത്തുക തന്നെ ചെയ്യും. തുടർന്ന് 3-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തൻ്റെ മേലും പതിഞ്ഞു. വ്യക്തിപരമായ ചില അനുഭവങ്ങൾ, വ്യക്തിപരമായ ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. പിളർന്ന അഗ്നിനാവ്, ഒരിക്കലും ശിഷ്യന്മാർ പ്രതീക്ഷിക്കാത്ത ഒരു അനുഭവം, പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് നൽകിത്തരാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഓരോരുത്തരുടെ മേലും പതിയുന്ന നിലവാരത്തിലേക്ക് ദൈവം നിങ്ങളെ മാനിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ്. തുടർന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു, എല്ലാവരും പരിശുദ്ധയാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിക്കുവാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. പുതുഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇതുവരെ അവർ സംസാരിച്ച ഭാഷയിലല്ല, പുതിയ ഭാഷകളിൽ അവർ സംസാരിച്ചു തുടങ്ങി. ഇതുപോലെ ചില പുതിയ അനുഭവത്തിലേക്ക്, പുതിയ തലത്തിലേക്ക് നിങ്ങളെ നടത്തുവാനായിട്ട് എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. ദൈവം വിശ്വസ്തനാണ്. കാത്തിരിക്കുവാൻ ഒരു മനസ്സുണ്ടോ? നിറക്കുവാനായിട്ട്, മാറ്റങ്ങൾ തരുവാനായിട്ട്, പെട്ടെന്ന് ചില മാറ്റങ്ങളിലേക്ക് നിങ്ങളെ നടത്തുവാനായിട്ട് എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. തുടർന്ന് അതേ അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി, ഓരോരുത്തൻ തൻ്റെ ഭാഷയിൽ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നുപോയി. ഇതുപോലെ നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് മറ്റുള്ളവർ അമ്പരക്കുന്ന നിലവാരത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, പണം മുടക്കേണ്ട, മല കയറേണ്ട, ദൈവസന്നിധിയിൽ കാത്തിരിക്കുവാൻ, വിശ്വസ്തയോടെ, വിശുദ്ധിയോടെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടോ? നിങ്ങളുടെ ജീവിതത്തെ ഈ കാലയളവിൽ മാറ്റിമറിക്കുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സ്വർഗീയ പിതാവേ, സ്വർഗസ്ഥനായ നല്ല ദൈവമേ, എന്നെ കേൾക്കുന്ന ഈ പ്രിയ ജനത്തിനു വേണ്ടി ഞാൻ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ചില അത്ഭുതകരമായ മാറ്റങ്ങൾ അവിടുന്ന് സമ്മാനിച്ചതുപോലെ കർത്താവേ, ഈ കാലയളവിൽ തന്നെ ഒരു ഐക്യത ഇവരുടെ കുടുംബത്ത് വെളിപ്പെട്ടു വരട്ടെ. കർത്താവേ, നിറവിൻ്റെ അനുഭവം ഇവരുടെ ഭവനത്തിനകത്ത് ഉണ്ടാകട്ടെ. കർത്താവേ, അവർ ഇതുവരെ പ്രതീക്ഷിച്ചതിനും അപ്പുറമായിട്ട് അത്യത്ഭുതകരമായ ചില അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരട്ടെ. കർത്താവേ, ഒരു നിറവിൻ്റെ അനുഭവത്തിലേക്ക്, പുതിയൊരു തലത്തിലേക്ക് ഈ ജനത്തെ അവിടെ നടത്തിയാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധയാത്മാവേ, അങ്ങവരെ നിറച്ചാട്ടെ. കർത്താവേ, ഒരു മാറ്റം അവർക്ക് നൽകിയാട്ടെ. മറ്റുള്ളവർ അതുകണ്ട് അത്ഭുതപ്പെടുന്ന, ആശ്ചര്യപ്പെടുന്ന നിലവാരത്തിലേക്ക് ഒരു മാറ്റം അവരുടെ ജീവിതത്തിൽ കൊടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ സകല നന്മകളാലും വചനത്തിലെ സകല അനുഗ്രഹങ്ങളാലും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മുഴുമഹത്വവും അങ്ങേക്ക് യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ശിഷ്യന്മാർ പരിശുദ്ധയാത്മാവിന് വേണ്ടി കാത്തിരുന്നതുപോലെ വിശ്വസ്തയോടെ കാത്തിരിക്കുക. നിറയ്ക്കുവാനായിട്ട് എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ഗോഡ് ബ്ലെസ് യു.